Hi guys! So I'm back with another video. തംബ്നെയിലിൽ കണ്ടതുപോലെ ഇത് എൻ്റെ ഒരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ഉച്ച വരെ ഞാനും വസു മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ. ഞങ്ങളുടെ മാത്രം ടൈമാണത്. കാരണം ഉച്ച വരെ ചേട്ടന് വർക്കുണ്ട്. അപ്പോൾ ചേട്ടൻ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 2 o'clock 3 o'clock ആകുമ്പോൾ മാത്രമേ എത്താറുള്ളൂ. പക്ഷേ എല്ലാ സാറ്റർഡേയും എനിക്ക് ഓഫാണ്. അപ്പം ഞാനും വസുവും രാവിലെ ടൈം സ്പെൻഡ് ചെയ്യും, വൈകുന്നേരം ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി സ്പെൻഡ് ചെയ്യും. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് സാറ്റർഡേ റിയാലിറ്റീസ്. ലൈക്ക് ഇങ്ങനെ മെത്തയിൽ വെള്ളം കോരി ഒഴിക്കുന്നത് മുതൽ ട്രൈപോഡ് കൊണ്ട് ഓടുന്നത് വരെയും ഇതിൽ റിയാലിറ്റീസാണ്. ട്രൈപോഡ് ഫസ്റ്റ് തിങ് ഈസ് ഫേസ് വാഷിംഗ് ആണ്. അത് യൂസിങ് മാമാമിയ. ഒരു വീക്കെൻഡ് മോഡിലായതുകൊണ്ട് തന്നെ ചേട്ടനും വസു ലേറ്റായിട്ട് എന്നെ എണീക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാനും ചേട്ടനും ഒരുമിച്ച് എണീറ്റാണ് കുക്കിങ്ങും ബാക്കി പരിപാടികളെല്ലാം ചെയ്യാറ്. വസു എണീറ്റ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒട്ടും നിന്ന് സമയം കളഞ്ഞില്ല. നേരെ കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഡാൽക്കറി ആയിരുന്നു, അത് സെറ്റാക്കി. അടുത്ത് ഉച്ചയ്ക്ക് ചോറിന് കറിയെല്ലാം റെഡിയാക്കാൻ തുടങ്ങുമ്പോഴേക്കും ചേട്ടൻ എണീറ്റ് വന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയാണ് കുക്കിംഗ്. അത് ഡെയിലി അങ്ങനെയാണ്. രാവിലെ ഞങ്ങൾക്ക് 2 പേർക്കും ഓഫീസിൽ പോകണം, കുഞ്ഞിനെ ഡേ കെയറിൽ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് കുക്ക് ചെയ്യാറ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കറിയും റെഡിയാക്കുകയാണെങ്കിൽ ചേട്ടൻ ചോറും കറിയും റെഡിയാക്കും. അല്ല, ഞാൻ ചോറും കറിയും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റും കറിയും ഉണ്ടാക്കും. കിച്ചണിലെ ഓൾമോസ്റ്റ് എല്ലാ ജോലികളും കഴിയുമ്പോൾ ഞങ്ങൾ സോഫയിൽ പോയി കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. ഒരു ചായ എല്ലാം ഇട്ട് ഞങ്ങൾ അന്നത്തെ ദിവസത്തെ പറ്റിയും അടുത്ത ഞായറാഴ്ചത്തെ പ്ലാൻസിനെ പറ്റിയെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ആക്ച്വലി മൺഡേ ടു ഫ്രൈഡേ നടക്കാറില്ല, ബട്ട് ശനി ഞായർ ഞങ്ങൾക്ക് അത്യാവശ്യം രാവിലെ ടൈം കിട്ടാറുണ്ട്. അത് കഴിഞ്ഞ് ചേട്ടൻ ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ ബാക്കി കിച്ചൺ ക്ലീൻ പരിപാടീസിൽ നിന്നപ്പോൾ ഞങ്ങളുടെ വസു പയ്യെ എണീറ്റിങ് കിച്ചണിലേക്ക് വന്നു. അവൻ ആദ്യം കണ്ടത് ക്യാമറയായിരുന്നു. ഭാഗ്യത്തിന് കുഞ്ഞത് വേണമെന്ന് പറഞ്ഞ് വാശിയൊന്നും പിടിച്ചില്ല. കുറച്ച് ഉപ്പും സ്പൂണും കൊടുത്തപ്പോൾ ആളങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സംസാരമൊക്കെ ആയപ്പോൾ ഭയങ്കര വർത്താനം പറച്ചിലും രസമൊക്കെയാണ്. അപ്പോഴേക്കും ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അച്ഛന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു വിട്ട അടുത്ത ഞങ്ങളുടെ പരിപാടി ബ്രഷിംഗ് ആണ്. യൂഷ്വലി എല്ലാവരും ബ്രഷ് ചെയ്തതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വസു അച്ഛൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. നെക്സ്റ്റ് വസുവിൻ്റെ ബാത്തിങ് സെഷനാണ്. ഒരു പാടുമില്ല കുളിപ്പിക്കാൻ. പക്ഷേ കുളിപ്പിച്ചിട്ട് തിരിച്ച് ബാത്റൂമിൽ നിന്ന് ആൾ കയറണമെങ്കിൽ കുറേ ടൈം പിടിക്കും. പിന്നെ സാറ്റർഡേ റിയാലിറ്റീസിലുള്ളതാണ് ഈ മെൽറ്റ് ഡൗണും കരച്ചിലും എല്ലാം. എൻ്റെ കുഞ്ഞിപ്പോൾ ഇത്രയും സങ്കടപ്പെട്ട് കരയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ആ സോഫയുടെ മണ്ടയിൽ കയറിയിട്ട് അതിന് പുറകിലൊരു ജനാല കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ കയറണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. ഞാനത് സമ്മതിച്ചില്ല. ഒന്നുമില്ല, ഞാനത് പറ്റത്തില്ല വസു എന്ന് പറഞ്ഞത് കുഞ്ഞിനങ്ങ് ഹേർട്ടായി. കുഞ്ഞുങ്ങളിങ്ങനെ അൺസേഫ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വാശി പിടിക്കുന്നത്, നമ്മളത് നോ പറയുന്നതും എല്ലാം നോർമലാണ്. പക്ഷേ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഒരുപാട് കരഞ്ഞതല്ലേ, ദാഹം കാണുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത 1 ഗ്ലാസ് വെള്ളം എടുത്ത് ബെഡിൽ ഒഴിച്ചതാണ് നിങ്ങൾ ആദ്യം കണ്ട ആ വീഡിയോ. അതിനുശേഷം പിന്നെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ളം കൊടുത്തില്ല, സോഫയിൽ ഇരുത്തി 1 ഗ്ലാസ് പാല് കൊടുത്തു. അതെൻ്റെ കുഞ്ഞ് ഫിനിഷ് ചെയ്തു. വെരി ഗുഡ്, ഗുഡ് ബോയ്. പിന്നെ അങ്ങോട്ട് അച്ഛൻ വരുന്നത് വരെ ഞങ്ങൾ കളിയായി, ബഹളമായി, കാർ ഓടിക്കലായി, പിന്നെ സംസാരമായി. ഇപ്പോൾ വർത്താനം പറയാൻ തുടങ്ങിയതിന് ശേഷം വസുവിൻ്റെ ഓരോരോ വാക്കുകളും ഓരോരോ സെൻറ്റൻസും കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ പറയുന്നതൊക്കെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. ചേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ഓർത്ത് വെച്ച് പിന്നെ എന്നോട് പറയും. അതെല്ലാം കേൾക്കുമ്പോൾ ആദ്യം ഒരു അത്ഭുതമാണ്, പിന്നെ എന്ത് ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരുപാട് വലിയ ഗെയിംസോ ടോയ്സോ ഒന്നും വേണ്ട. ജസ്റ്റ് അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. ബാറ്ററി ഊരി കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാ റിമോട്ടിലും ബാറ്ററി ഊരി കൊടുക്കുക. അത് തിരിച്ചിടാൻ പറഞ്ഞാൽ അതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഒപ്പം അവൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറയുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോബീസ്. സോ ഡേ ഇൻ മൈ ലൈഫിനിടയ്ക്ക് വേണമെങ്കിൽ ഒരു കുസൃതി ചോദ്യമൊക്കെ ആവല്ലേ. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോസിൽ വസുവിൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ശ്രദ്ധിച്ചായിരുന്നോ? അത്രയും സൂക്ഷ്മമായിട്ട് നോക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. വസുവിന് പല വീഡിയോസിലും ഷർട്ടൊന്നും പാൻറ്റ് ഡിഫറൻറ്റുമാണ്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ വസുവിന് ഡയപ്പർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്ന നേരത്ത് മാത്രമേ വസുവിന് ഡയപ്പർ യൂസ് ചെയ്യുന്നുള്ളൂ. രാവിലെ ഒന്നും ഡയപ്പർ യൂസ് ചെയ്യുന്നില്ല. ഡയപ്പർ യൂസ് ചെയ്യാത്ത കാരണം വസുവിന് ഞങ്ങൾ ഓരോ ടൈമും പാൻസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഷർട്ട് മാത്രം സെയിം ആയിരിക്കും.
ഇനി നേരെ ഈവനിങ്ങിൽ എവിടേക്ക് പോയി എന്നുള്ള വീഡിയോസിലേക്കാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് അച്ഛൻ വന്നതും ബസ് ഉറങ്ങിയതും ഞങ്ങൾ പിന്നെ പോയതും ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. സോ എല്ലാ സാറ്റർഡേ ഈവനിങ്ങും ഞങ്ങൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ഫാമിലി ടൈം അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം. അപ്പോൾ ഞങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ വസുവായിട്ട് പുറത്ത് എവിടെയെങ്കിലും പോവുക, വസുവിനെ ഹാപ്പി ആയിട്ട് കളിക്കാൻ വിടുക, ഞാനും ചേട്ടനും വസുവിൻ്റെ കൂടെ എൻജോയ് ചെയ്യുക. പുറത്ത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചായ ഇട്ടിട്ട് ഞങ്ങൾ 3 പേരും ഇവിടെ ടെറസിൽ പോവും. ഞാനും ചേട്ടനും അവിടെ നിന്ന് ചായ കുടിക്കും, സൺസെറ്റ് കാണും, കാറ്റ് കൊള്ളും, ഫുൾ എസ്തെറ്റിക് ആയിട്ടുള്ള ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യും. ബട്ട് ഈ സാറ്റർഡേ ഞങ്ങളൊരു ഇൻഡോർ പ്ലേ സോണിലേക്ക് പോയി. ഫുൾ സോഫ്റ്റ് ബോൾസും ട്രാംപോളിനും ബ്രെയിൻ ഗെയിംസും മറ്റുമെല്ലാം ഉള്ള ഒരു വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആയിരുന്നു അത്. അവിടെ വെച്ച് വസുവിന് ഒരു ന്യൂ ഫ്രണ്ടിനെ കിട്ടി. പിന്നെ ഫ്രണ്ടും വസുവും കൂടി ചേർന്നിട്ടായിരുന്നു ബ്രെയിൻ ഗെയിംസും പസിൽസും എല്ലാം സോൾവ് ചെയ്യുന്നത്. ഇവിടെ 1 അവറിന് 220 റുപ്പീസാണ്. അതെന്തായാലും മുതലായി. കാരണം വസു മാത്രമല്ല, ചേട്ടനും എല്ലാ ഗെയിംസും കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സീസൈൽ സ്ലൈഡിലും എല്ലാം കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ചേട്ടൻ അത് മാത്രം ട്രൈ ചെയ്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞിനെയും കൊണ്ടല്ല 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇൻഡോർ പ്ലേ സോണിലേക്ക് കളിക്കാൻ പോയത്. ഈവനിങ്സ് കുഞ്ഞുങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയ എന്നാൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു വളരെ നല്ല ഇൻഡോർ പ്ലേ ഏരിയയാണിത്. RJ's ടൈനി ടൗൺ എന്നാണ് ഈ പ്ലേസിൻ്റെ പേര്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഒരു സാറ്റർഡേ മോർണിംഗ് ടു ഈവനിങ് നടക്കുന്ന എല്ലാ ഇവൻറ്റ്സും ഒരു 7 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാലോ. ബട്ട് ഞാൻ എൻ്റെ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മേക്സ് മീ റിയലൈസ് ദാറ്റ് വിത്ത് എ ടോഡ്ലർ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നത് പോസിബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. So for more positive, entertaining and happy videos, please do subscribe.